ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ശിവയുടെ NJK മീഡിയയുടെ എല്ലാം കൊണ്ടും അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ ന്യൂസ് പുറത്തറിഞ്ഞതോടുകൂടി തന്നെ വിക്രമിൻ്റെ പദവികളൊക്കെ താനെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ എല്ലാവരും ഈ ന്യൂസ് കാണുന്നുണ്ട്. അതിനുശേഷം തന്നെ വസുതയും ധനപാലനും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. വസുതയാണെങ്കിലോ ലക്ഷ്മിയുടെ കാര്യം ഓർത്തിട്ട് ഭയങ്കര വിഷമത്തിലാണ് ഇരിക്കുന്നത്. അതിനുശേഷം തന്നെ എന്താ വസു നീ ഇങ്ങനെ കരയുന്നത്? ലക്ഷ്മിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം സങ്കടമാവുന്നുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അവൾ. ഇപ്പോൾ അവൾ ഇല്ലാതെയാക്കിയത് ആ വിക്രമൻ തന്നെയാണ്. പക്ഷേ ഞാനത് പുറത്ത് കൊണ്ടുവരും. അവളുടെ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ കയ്യിലുണ്ട്, ഒരു ഫോട്ടോ അടക്കമെന്ന് പറയുമ്പോൾ ധനപാലൻ പറയുന്നുണ്ട്, ആ ഫോട്ടോ കൂടി ശിവതയ്ക്ക് കൊടുക്കായിരുന്നില്ലേ? അപ്പോൾ കുറച്ചുകൂടി തെളിവ് കിട്ടുമായിരുന്നല്ലോ. അത് ശരിയാണ്, ഞാൻ അതിൻ്റെ കാര്യം വിട്ടുപോയതാണ്. പക്ഷേ ഇപ്പോഴും സമയമുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ കൊടുത്താൽ മതി. അവൾ അടുത്ത റിപ്പോർട്ടിൽ അത് പുറത്ത് കൊടുത്തോളും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്ന വസുതയാണെങ്കിലോ അങ്ങനെ തന്നെ ചെയ്യണം, അവൾക്ക് നീതി കിട്ടണം, അതിന് ആ വിക്രമിനെ ഞാൻ കൊടുക്കിയിരിക്കും എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ വർഷയെ തന്നെയാണ് കാണിക്കുന്നത്. സ്വന്തം അമ്മയെ തന്നെയാണ് ആ ലക്ഷ്മി എന്നറിയാതെ വർഷ സ്വന്തം അമ്മയോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു അമ്മയുടെയും ഒരു മകളുടെയും ഒരു കാര്യമാണ്, 22 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ് ശിവത പുറത്തു കൊണ്ടുവരാൻ പോകുന്നത്. അവളെ സഹായിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്, അവർക്ക് നീതി കൊടുക്കണേ എന്നൊക്കെ പറയുന്നു കേട്ടോ. ആ സമയത്ത് വർഷ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്താ നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അതല്ല, ഞാൻ എൻ്റെ അമ്മയോട് സംസാരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നീ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു. ആ സമയത്ത് ആ ഫോട്ടോ അവിടെ വെച്ചിട്ടാട്ടോ പോകുന്നത് വർഷ. അങ്ങനെ ആ അമ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ആ ഫോട്ടോയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കാരണം 22 വർഷങ്ങൾക്ക് മുൻപേ തൻ്റെ അച്ഛൻ കൊച്ചിയിലാണെന്നും അവിടെ വെച്ച് താൻ ഗർഭിണിയായതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ അയാളുടെ ഒരു സഹോദരിയെ നോക്കാനായിട്ടാണ് അങ്ങോട്ട് പോയതെന്നൊക്കെ പറയാതെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും വിക്രമിനെ തന്നെയാണ് കാണിക്കുന്നത്. വിക്രമിൻ്റെ കയ്യിലും ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ, ഒരു പഴയ ഫോട്ടോ ആണ്. ആ ഫോട്ടോ നോക്കിയിട്ട്, നിന്നെ ഞാൻ കൊന്നിട്ടില്ലടി, പക്ഷേ നീ അന്ന് എന്നെ രക്ഷപ്പെട്ടു. ആ ഒരു ചോരക്കുഞ്ഞുമായിട്ട് നീ എങ്ങോട്ടോ രക്ഷപ്പെട്ടു പോയി. പക്ഷെ നിന്നെ ഞാൻ ഒരിക്കലും കണ്ടെത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല. നീ ഇപ്പോഴും നീ തന്നെയാണോ, നീയും നിൻ്റെ മകളുമാണോ ഇതിന് കാരണം? എന്നെ ഈ ഒരു കുടുക്കത്തിൽ കൊടുക്കാനുള്ള കാരണം എന്ന രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ പിന്നീട് കാണിക്കുന്നത് ശിവയും അതുപോലെ അബി എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ കാര്യങ്ങളെല്ലാം. അങ്ങനെ ലക്ഷ്മിയുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു. ആ ലക്ഷ്മിയെ പുറത്ത് കൊണ്ടുവരണം, അവർക്ക് നീതി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര അറ്റകൈ പ്രയോഗം വേണമെങ്കിലും നടത്തണം. ഇപ്പം എല്ലാം കൊണ്ടും ചാനൽ മുന്നോട്ട് പോയി. ഇതിന് അവിടേക്ക് ധനപാലൻ വരുന്നുണ്ട് കേട്ടോ. മോളെ ശിവേ എന്ന് വിളിച്ചിട്ടാണ് വരുന്നത്. എന്താ അങ്കിൾ എന്ന് ചോദിക്കുന്നുണ്ട്. മോളെ കാണാനായിട്ട് വസു ഇപ്പം തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ലക്ഷ്മിയുടെ ഫോട്ടോ വസുവിടെ കയ്യിലുണ്ട്. വസുവിൻ്റെ അടുത്ത കൂട്ടുകാരിയായിരുന്നു ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞ് അവരോട് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഫോട്ടോ നോക്കിയിട്ട് ഒരുപാട് നേരം വിഷമിച്ചുകൊണ്ടിരിക്കും വസു. അത് കഴിഞ്ഞിട്ട് ആ ഫോട്ടോ ആയിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ. അത് നിങ്ങളുടെ ചാനലിന് ഒരു വലിയൊരു തെളിവായിരിക്കുമല്ലോ എന്നും പറയുന്നുണ്ട്. അങ്ങനെ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ പഴയ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൻ്റെയും തൻ്റെ ഫ്രണ്ടായിട്ടുള്ള ലക്ഷ്മി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. അപ്പോൾ അതിന് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഈ ഫോട്ടോ കൊണ്ട് കാര്യം ഉണ്ടാവും തോന്നുന്നില്ല ആൻറ്റി, പക്ഷേ അന്ന് കോടതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഉണ്ട് കയ്യിൽ. ഞാനെല്ലാം തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ ലക്ഷ്മിക്ക് നീതി കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഏത് അറ്റകൈ പ്രയോഗം വേണമെങ്കിലും ഞാൻ ചെയ്യും. അമ്പനാട് വിക്രമിനെ കൊടുക്കണം. അവൻ കാരണമാണ്, അവൻ്റെ സഹോദരിയെ നോക്കാനാണ്. ലക്ഷ്മിക്ക് അത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയത്. എന്നിട്ട് അവിടെ വെച്ചാണ് ലക്ഷ്മി ഗർഭിണിയായതും പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. 2-3 പ്രാവശ്യമേ പിന്നെ ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ. പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയില്ല. പക്ഷെ അവൾക്ക് എന്താ സംഭവിച്ചത് എന്നുള്ളത് എനിക്ക് പുറത്ത് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. അത് ശിവമോൾക്കേ സാധിക്കുള്ളൂ എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം വീണ്ടും തന്നെ ആ ഒരു കേസിൽ ആ വക്കീലിനെയും അതുപോലെ അബിയുടെ ഫ്രണ്ടിനെയൊക്കെ കാണിക്കുന്ന കേട്ടോ. അബിയെ പെട്ടെന്ന് വിളിക്കുക, നമുക്ക് ആ കേസ് വിക്രമിൻ്റെ കേസ് നമുക്ക് തന്നെ ഏറ്റെടുക്കണം, ഹെബിയസ് കോർപ്പസ് സമർപ്പിക്കണം എന്ന രീതിയിലൊക്കെ പറയുന്നു. ആ സമയത്ത് ആ ഗുണ്ട, അതായത് വർഷയെ കല്യാണം കഴിക്കാനായിട്ട് നടക്കുന്ന അയാൾ വരുന്നുണ്ട് കേട്ടോ. എന്തായി കാര്യങ്ങളൊക്കെ, അയാളെ വെറുതെ വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ വിക്രമിൻ്റെ കേസാണ് സാർ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ വേറെ കേസുകളൊന്നും ഇതിൻ്റെ അപ്പുറത്തൊന്നും വരില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ശിവയുടെ ഈ ന്യൂസ് ഒന്ന് കണ്ടു നോക്ക്. അവൾ അവയുടെ അടുത്ത സുഹൃത്താണ്. അവളിലൂടെ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കാശൊക്കെ വേണമെന്ന് പറയുമ്പോൾ, നിങ്ങൾക്കൊരു കാശ് ഞാൻ തരാൻ പോകുന്നില്ല,
നിങ്ങൾ ആദ്യം തന്നെ വേഗം പോയിട്ട് ഞാൻ പറഞ്ഞ കാര്യം നടത്തുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. ആ സമയത്ത് വീണ്ടും കാണിക്കുന്നത് അവരെ തന്നെയാണ്, വർഷയും അതുപോലെ തന്നെ അഞ്ജുവിനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ശിവയുടെ കാര്യം പറയുമ്പോഴത്തേനും ശിവ ഞങ്ങളുടെ ഫ്രണ്ടാണെന്ന് പറയുന്നത് ഞങ്ങൾ അഭിമാനമാണെന്നൊക്കെ വർഷ പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഫോണുകൾക്കും തിരക്കുകളാണ്, പിന്നെ ഞാൻ എൻ്റെ ഫോൺ ഓഫാക്കി വെച്ചു എന്ന് വർഷ പറയുന്നുണ്ട്. ആ ഒരു ലക്ഷ്മിയുടെ കേസ് എല്ലാവർക്കും അറിയണമെന്നുണ്ട്. എന്നാലും നമ്മുടെ ചാനൽ എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നും കുറേ ആഡ്സുകളൊക്കെ ഇനിയിപ്പോൾ അതിൽ വരാനായിട്ട് സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് വിവേക് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. വിവേക് വരുമ്പോഴത്തേനും എല്ലാവരും കൂടി വാതിൽ തുറക്കുന്നുണ്ട്. വർഷയോട് പോയിട്ട് ഒളിച്ച് നിൽക്കാനായിട്ട് പറയുന്നു. അപ്പോൾ വിവേകേട്ടൻ വന്നു. എവിടെ നാലാമത്തെ പെൺകുട്ടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ 3 പേരും 3 രീതിയിലായിട്ടോ ആൻസർ പറയുന്നത്. അതായത് ശിവയാണെങ്കിൽ അവൾക്ക് വയറുവേദനയാണെന്നും, അതുപോലെ തന്നെ അഞ്ജു ആണെങ്കിൽ തലവേദനയാണെന്നും, അഭിയാണെങ്കിൽ നെഞ്ചുവേദനയാണെന്നും ഒരേ സമയം പറയുന്നു. ഈ 3 അസുഖമോ എന്ന് ചോദിക്കുമ്പോഴത്തേനും അയ്യോ അത് പിന്നെ ആദ്യം വയറുവേദന ഉണ്ടായത്, പിന്നെ അത് തലവേദനയായി, പിന്നെ നെഞ്ചിലേക്ക് വന്നു, എല്ലാത്തിൻ്റെയും ഭാഗം നെഞ്ചിൻ്റെ ഒരു സെൻട്രൽ ഭാഗം അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അഭി. അപ്പോഴത്തേന് എന്തായാലും കൊള്ളാം, പിന്നെ ശിവയെ എന്തായാലും അമ്മ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്ന് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണെന്നുള്ളത്. ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം, ആ സമയത്ത് വേണമെങ്കിൽ ഞാൻ ഇവരോട് ഇരുന്ന് സംസാരിക്കട്ടെ. അയ്യോ അതിൻ്റെ ആവശ്യമില്ലെന്ന് അഞ്ജു പറയുന്നുണ്ട് കേട്ടോ. വിവേകേട്ടൻ അങ്ങോട്ട് പൊയ്ക്കോളൂ, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം, ഞങ്ങൾക്ക് അല്ലെങ്കിൽ ടയേർഡായിട്ടുണ്ടെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് വിവേക് വേഗം വന്നേക്കണേ എന്ന് പറയുന്നു. എന്നിട്ട് അഭി പറയുന്നുണ്ട്, അഞ്ജുവിനോടും ശിവയോടും പറയുന്നുണ്ട്, വിവേകേട്ടനോട് കുറച്ച് സമയം സംസാരിക്കാൻ പറ്റിയൊരു അവസരമായിരുന്നു, അത് നഷ്ടപ്പെട്ടു. വർഷം അങ്ങോട്ട് പിന്നെയും ചീത്ത പറഞ്ഞ് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിച്ചോ, ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊയ്ക്കോളാം, എനിക്ക് വയ്യ, ഇങ്ങനെ ഒരു ഒളിച്ചു കളി നടത്തിയിട്ട് എത്ര ദിവസമായി എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ താൻ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്നല്ല പറഞ്ഞത്, അതെന്തെങ്കിലും ആവട്ടെ. അതിനുശേഷം വീണ്ടും തന്നെ ഷർമിളയും അതുപോലെ രാഹുലും കൂടി ശിവതയുടെ ആ ന്യൂസ് എല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് ഹരിത അങ്ങോട്ട് വരുന്നുണ്ട് ദേഷ്യത്തോടു കൂടി. നിങ്ങൾക്ക് നാണമുണ്ടല്ലോ, നമ്മുടെ അങ്കിളിനെ ഈ നശിപ്പിച്ച ആൾക്കാരുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാനാണെന്ന് പറയുന്നു. അവൾ എൻ്റെ മകളാണെന്ന് പറയുന്നുണ്ട്. അവൾ നല്ല രീതിക്ക് തന്നെയാണ് വാർത്ത കൊണ്ടുവരുന്നത്, അല്ലാതെ നിന്നെപ്പോലെയല്ല എന്ന് പറയുന്നുണ്ട്. ഞാനെത്ര മോശക്കാരിയാണോ, പിന്നെ ഞാൻ മോശക്കാരിയാണോ എന്ന് എന്നോട് കൂടുതൽ സംസാരിക്കേണ്ട. എൻ്റെ മോളെ ഇങ്ങനെ പരസ്യമായി ആക്ഷേപിച്ചാൽ പിന്നെ ഞാൻ നിന്നെ എന്താണ് പറയേണ്ടതെന്ന് പറയുന്നുണ്ട്. നീ ഇവൻ്റെ പുറകെ പോയിട്ട് ഇവൻ ഇഷ്ടമില്ലായിട്ട് കൂടി നീ ഇവൻ്റെ പുറകെ പോകുന്നതല്ലേ, നല്ലൊരു വൃത്തികെട്ട സ്വഭാവമല്ലേ നിൻ്റേത്. എൻ്റെ മകളെ നീ എങ്ങനെ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ, ഏതെങ്കിലും നൈറ്റ് ക്ലബ്ബിൽ എൻ്റെ മോളെ നീ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഷാർമിള അങ്ങ് ദേഷ്യപ്പെട്ടോ ഹരിതയോട്. പിന്നെ എനിക്ക് ഒന്നും പറയാനില്ല, പിന്നെ ആൻറ്റി ഒരു കാര്യം മനസ്സിലാക്കണം, അങ്കിളിന് വേണ്ടി നമ്മളാണ് ഇപ്പോൾ മുന്നോട്ട് നിൽക്കുന്നത്. തന്നെ ഒരു മീറ്റിംഗ് വിളിച്ച് ചേർത്തിട്ട് നമുക്ക് അങ്കിളിൻ്റെ സത്യസന്ധമായിട്ടുള്ള ആവശ്യങ്ങൾ, അതായത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിളിച്ച് പറയണം. ന്യൂസ് എല്ലാം തന്നെ തെറ്റാണെന്ന് പറയണം. ഏട്ടന് ചെയ്ത തെറ്റ് തന്നെയാണ്, അല്ലാതെ അത് ശരിയാകാൻ പോകുന്നില്ല. അങ്ങനെ അവിടെ വിക്രമം വരുന്നുണ്ട്. എന്താ മോളെ പ്രശ്നം, ഇതൊന്നും വേണ്ട, നിങ്ങളാരും ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു ആവശ്യമില്ല, ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അല്ല അങ്കിളുടെ എങ്ങനെയെങ്കിലും ന്യൂസ് എല്ലാം തന്നെ തെറ്റാണെന്നുള്ളത് നമുക്ക് പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഏട്ടൻ പോലും എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല, പക്ഷെ നീ എൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഏട്ടന് പോലും അതിന് ധൈര്യം തോന്നിയിട്ടില്ല എന്ന രീതിയിലേക്ക് ഷാർമിള പറയുകയാണ് കേട്ടോ. അങ്ങനെ ഹരിതയ്ക്കൊരു വാർണിംഗ് പോലെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു ടെസ്റ്റ് എന്ന നിലയ്ക്ക് തന്നെ എന്നാലും വൈകുന്നേരത്തിനുള്ളിൽ തന്നെ തൻ്റെ മേൽ റീത്ത് വയ്ക്കും എന്ന രീതിയിൽ തന്നെ നമ്മുടെ വിവേക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു റീത്തുമായിട്ട് തന്നെ വീണ്ടും അവർ അമ്പനാട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു കേട്ടോ. പകരത്തിന് പകരം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ വീണ്ടും അമ്പനാട് വിക്രമൻ തോറ്റു പോകാൻ കേട്ടോ ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.